ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു തോരനാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ഈ പച്ചക്കറികളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാനായിട്ട്. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാം. തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു ഓട്ടുരുളിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് എന്തിനാ ഇത്രയും വലിയ ഓട്ടുരുളി എന്നല്ലേ, ഇത് നമ്മൾ കാറ്ററിങ്ങിന് വേണ്ടി തയ്യാറാക്കുന്ന തോരനാണ്. ഇവിടെ ഇതാ കുറച്ചധികം കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്നുള്ളത് വഴിയെ പറഞ്ഞുതരാം. ഇനി ഇതാ ഈ ഒരു ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് ഇത്രയും അധികം എന്തിനാണ് ഇട്ട് കൊടുക്കണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ള വേറെ കറികളുണ്ട്, അതായത് വറവ് ഒഴിക്കേണ്ടതായിട്ടുള്ള കറികൾ. അതിലേക്ക് ഒന്നിച്ച് വറവൊഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ നമ്മളിവിടെ എടുക്കുന്നത്. എല്ലാ കറികളും ആദ്യം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഓരോന്നിനും ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇതിൽ നിന്ന് മുക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അതാവുമ്പോൾ എളുപ്പം പണിയും കഴിയും, ഇടയ്ക്കിടയ്ക്ക് വറവിടേണ്ട ആവശ്യവും വരുന്നില്ല. അങ്ങനെ ദാ എല്ലാ കറികളിലേക്കും ആവശ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ ഇതിൽ നിന്ന് മുക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ തോരന് ആവശ്യമായിട്ടുള്ള ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആ ഒരു ഉഴുന്നുപരിപ്പിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉഴുന്നുപരിപ്പിൻ്റെ കളറൊക്കെ മാറി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പയറ്, ക്യാബേജ്, ക്യാരറ്റ്, ഇത്രയും ഐറ്റംസാണ് നമ്മളിതാ ഇവിടെ തോരനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത്. ഞാനിതിലേക്ക് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിയുപ്പ് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ കല്ലുപ്പാണ് ഇടാറ്. അങ്ങനെ ഇതാ കല്ലുപ്പ് ഇട്ട് കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ക്യാബേജൊക്കെ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ വെള്ളം ഇല്ലാഞ്ഞാൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിനായിട്ട് വെള്ളം ഒഴിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തട്ടിപ്പൊത്തി വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഗ്യാസിലാണ് നമ്മളിത് വെക്കുന്നത്, അതുകൊണ്ട് തന്നെ ഫ്ലെയിം നമുക്ക് കുറച്ച് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ പച്ചക്കറികളുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നാളികേരവും പച്ചമുളകും കൂടി ചതച്ചതാണ് ഈ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ അവിയലിലേക്കാണെങ്കിലും തോരനിലേക്കാണെങ്കിലും നാളികേരം ചതയ്ക്കുന്നത് ഒരേപോലെ തന്നെയാണ് കേട്ടോ. നാളികേരത്തിൽ പച്ചമുളക് മാത്രം ചേർത്തിട്ടാണ് രണ്ടിലേക്കും ചതച്ചിടുക. അതുകൊണ്ട് അതിന് ചതയ്ക്കുന്ന സമയത്ത് തോരനിലേക്കുള്ളതും കൂടി എടുത്ത് വെക്കുകയാണ് ചെയ്യുക. അങ്ങനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത നാളികേരം ഈ തോരൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി ഈ തോരൻ കസ്റ്റമറുടെ കയ്യിൽ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അതായിരുന്നു നെക്സ്റ്റ് കാണിക്കാനുണ്ടായിരുന്നത്. പക്ഷേ തിരക്കിനിടയിൽ ഞാൻ അത് വീഡിയോ എടുക്കാൻ വേണ്ടി വിട്ടുപോയി. കാറ്ററിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് വീട്ടിൽ കൊണ്ടേ കൊടുക്കണമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല.